ഇന്ന് കുറച്ചായിട്ട് പരാതി തീർക്കാൻ പോണേ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈം തൊട്ട് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അല്ലാതെ ഓരോ വീഡിയോൻ്റെ ഇടയിൽ കോമൻസ് ആയിട്ടും കുറേ പേര് പറയുന്നൊരു കാര്യമാണ്, ചേച്ചി Q&A ചെയ്യുമോയെന്ന്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ കുറച്ച് പേർക്കെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കാണുമല്ലോ. അപ്പോൾ നമ്മൾ ആ പരാതി ഇന്ന് തീർക്കാൻ പോവാണേ. ഞാനാണെങ്കിൽ യൂട്യൂബിലൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തേക്കുന്നത്. എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ കോമണാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയും മീൻസ് ചിലവരുടെയൊക്കെ വിട്ടുപോകും. അപ്പോൾ മീൻസ് എന്തെങ്കിലും ആൾക്കാരെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓരോരോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ പറയുവേ. അപ്പോൾ വെൽക്കം ടു അവർ Q&A. ആദ്യം ഞങ്ങൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻസർ ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് നമ്മുടെ മാരേജ് ഡേറ്റിനെ കുറിച്ചാണ്. എല്ലാവർക്കും മാരേജ് ഡേറ്റ് അറിഞ്ഞാൽ മതി. ഞാനിപ്പോൾ ബ്രൈഡൽ ഷവറോട് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഇഷ്ടംപോലെ മെസ്സേജാണ്. പണ്ട് എൻ്റെ കൂടെ 1, 2 പഠിച്ച അന്ന് പഠിച്ച ഫ്രണ്ട്സ് തൊട്ട് ഇഷ്ടം പോലെ, എന്നെ അറിയാത്ത ആൾക്കാർ വരെ കുറേ പേര് മാരേജ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ചേച്ചി വിച്ച് ഡേയ്സ് യുവർ മാരേജ്, ചേച്ചി കല്യാണം എന്നാ, മാരേജ് എപ്പോഴാണ്, വെഡ്ഡിങ് ഡേറ്റ്, കല്യാണം എപ്പോഴാണ്, വെഡ്ഡിങ് എന്നാ, മാരേജ് എന്നാ, ചേച്ചി എന്നാ മാരേജ്, ചേച്ചി കല്യാണം കല്യാണം കല്യാണം, അത് മാത്രമേ ഉള്ളൂ. വെഡ്ഡിങ് ഡേറ്റ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല. വെഡ്ഡിങ് ഡേറ്റ് അടുത്ത മാസമാണ്, ആ ഒരു ഹിന്റ് മാത്രം തൽക്കാലം തരുള്ളൂ. മാർച്ചിലാണ് ഞങ്ങളുടെ മാരേജ് വരുന്നത്. പക്ഷേ ഡേറ്റ് ഞാൻ പറയത്തില്ല. ഡേറ്റ് ഞാനിപ്പോൾ പെട്ടെന്ന് വാവുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡേറ്റ് പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ത്രില്ലൊക്കെ കംപ്ലീറ്റ്ലി പോകത്തില്ല. അപ്പം നമ്മൾ പതുക്കെ എന്തായാലും നമ്മൾ എന്ത് ചെയ്താലും വീഡിയോ ഇടും. അപ്പം നിങ്ങൾ പതുക്കെ വീഡിയോ വഴി കണ്ടാൽ മതി, അതല്ലേ നല്ലത്, അല്ലേ ഇപ്പം? അപ്പം ഞാൻ എന്തായാലും പതുക്കെ പുറകെ അറിയിക്കാം. നമ്മൾ സേവ് ദ ഡേറ്റ് വീഡിയോ നല്ല രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുവഴി അറിയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പെട്ടെന്ന് ഞാനിപ്പോൾ വന്ന് എൻ്റെ മാരേജ് ഡേറ്റ് ഇന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തങ്ങ് പോയി, അല്ലേ? അതുകൊണ്ട് നമ്മുടെ മാരേജ് ഡേറ്റ് നമ്മൾ പുറകെ അറിയിക്കും. ഓക്കെ. പിന്നെ വന്ന കോമൺ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ താമസിക്കുന്നത്, ആ ഒരു ഇതാണ്. അതെ. ഇത് മൊത്തം മാരേജിൻ്റെ ഇതാ. ഫസ്റ്റ്, മാരേജ് കഴിയാതെ ചേട്ടൻ്റെ കൂടെ താമസിക്കുന്നതിൽ ഫാമിലി സപ്പോർട്ടാണോ? പിന്നെ ആരാണ് ആദ്യം ലിവിങ് ടുഗദർ ആവാൻ പറഞ്ഞത്? ചേച്ചിയും ഹരിയും ലിവിങ് ടുഗദർ ആണോ? ലിവിങ് ടുഗദറിൽ ഫാമിലിയിൽ റിയാക്ഷൻ എന്തായിരുന്നു? നിങ്ങൾ ലിവിങ് ടുഗദർ ആണോ? അങ്ങനെ കുറേ ഇഷ്ടം പോലെ ലിവിങ് ടുഗദർ ആണോ. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഉള്ളത്. നിങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും കുറേ പേരുടെ വിചാരം ഞങ്ങൾ മാരേജ് കഴിഞ്ഞു കേട്ടോ. മാരേജ് കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വരുന്ന ജൂലൈ 8 ആകുമ്പോൾ 4 years ആവും. അപ്പോൾ ഞങ്ങൾ ലിവിങ് ടുഗദറോ, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, അല്ലേ? ആക്ച്വലി ഞങ്ങൾ ലിവിങ് ടുഗദർ അല്ല. ഈ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്തിട്ടേക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഹരി മാത്രമാണ് താമസം. ഹരി ഫാമിലിയുടെ ഒപ്പമല്ല താമസം, അവനോട് ഒറ്റയ്ക്കാണ് താമസം. ഹരിയുടെ ഫാമിലി വേറെ സ്ഥലത്ത്. എൻ്റെ ഫാമിലി ഞാനെന്ന് വെച്ചാൽ രാവിലെ ജിമ്മ് പോകുന്ന ടൈമിൽ ഒരു 7:30 ഹരി എൻ്റെ വീട്ടിൽ വന്ന് തന്നെ പിക്ക് ചെയ്യും. ഞങ്ങൾ ജിമ്മിൽ പോവും. ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് 10-11 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യും. നമ്മളെന്ന് വെച്ചാൽ സ്റ്റോക്കൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ വരുന്ന ആ ഒരു ടൈമിലായിരിക്കും ഈശ്വര ഇന്നത്തെ കോണ്ടൻറ്റ് എന്താ, ഒരു ഐഡിയ ഇല്ലല്ലോ, എന്നാൽ എന്താണെന്ന് തീരുമാനിച്ചിട്ട് കോണ്ടൻറ്റ് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഒന്നെല്ലാം ഉണ്ടാക്കി കഴിക്കും. കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കുക്കിംഗ് വീഡിയോസൊക്കെ ഇറങ്ങുന്ന ടൈമിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കും. അതല്ലെങ്കിൽ വീട്ടിൽ നല്ല ഫുഡൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഞാൻ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരും. അപ്പം ലഞ്ചൊക്കെ കഴിച്ചിട്ട് വോയിസ് ഓവറും കൊടുത്തിട്ട് 6:30 ആകുമ്പോഴേക്കും ഹരി എന്നെ വീട്ടിൽ കൊണ്ടേയാക്കും. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഹരി തിരിച്ചു പോരും. ഇവിടെ വന്ന് കിടന്നുറങ്ങും. അല്ലാതെ ഞങ്ങൾ ലിവിങ് ടുഗദർ അല്ല കേട്ടോ. സ്വന്തം നാട്ടിൽ വന്ന് ലിവിങ് ടുഗദർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്കുള്ളൊരു മെനക്കെട്ടിയൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ലിവിങ് ടുഗദർ ആവാൻ. സോ അപ്പോൾ ഞങ്ങൾ ലിവിങ് ടുഗദർ അല്ല. കുറേ പേര് ഡൗട്ട് ഇപ്പോൾ തീർന്നില്ലേ, ഞങ്ങൾ ലിവിങ് ടുഗദർ അല്ല. നിങ്ങൾ ഹാപ്പി ആയില്ലേ? അടുത്ത വന്നേക്കുന്ന ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, അബൌട്ട് യുവർ പാരൻസ്, അച്ഛനമ്മയൊക്കെ എവിടെയാ, ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഫാമിലിനെ കുറിച്ച് പറയാമോ? വേർ ഈസ് യുവർ ഫാമിലിയൊക്കെ എവിടെയാ, എന്താണ് വീട്ടിലാരെയും കാണിക്കാത്തത്, ഫാമിലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറ. അങ്ങനെ ഫാമിലി എവിടെയാ, അങ്ങനെ ഫാമിലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് മേ ബി നമ്മുടെ വീഡിയോസിൽ ആരെയും കാണാത്തതുകൊണ്ടായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്, എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള ഉത്തരം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അതായത് നമ്മളിവിടെ ഫാമിലി ഇല്ല, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫാമിലിനെ കാണിക്കാത്തത്. പിന്നെ മാരേജ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരെയും ഫാമിലിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും ഉറപ്പായിട്ടും കേട്ടോ. അടുത്തത് നമ്മുടെ ലവ് സ്റ്റോറിനെ കുറിച്ചാണ്. ലവ് സ്റ്റോറി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അതല്ലാതെ ഞാൻ ഷോർട്സ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനകത്തൊക്കെ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും പറയാം, കുറച്ച് ക്രിഞ്ചാണ് സംഭവം. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിൽ എൻ്റെ കോളേജിൽ ഒരു DJ കണ്ടക്ട് ചെയ്തു. കോളേജിൽ കണ്ടക്ട് ചെയ്ത DJ ആണ്, അല്ലാതെ വേറെ അല്ല, പുറത്തുള്ളതല്ല. അപ്പോൾ DJ കണ്ടക്ട് ചെയ്ത ടൈമിൽ ഹരിനെ ഞാൻ FB വഴി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മുടെ മിസ്സ് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം, നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഓൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നീ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ തലേ ദിവസമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ എന്തോ ഓഫീസിൽ പ്രശ്നമുണ്ട് വരാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എന്ന് വെച്ചാൽ ഹരിയായിട്ട് വാട്സപ്പ് കോൺടാക്റ്റോ വേറെ ഒരു കോൺടാക്റ്റും ഇല്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓൺലൈൻ നോക്കുമ്പോൾ ഹാരിസ് പോപ്പ് സൈൻസ്, അതുകൊണ്ടാണ് ഞാൻ പോപ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ, അത് വേറൊരു കാര്യം. ഇവൻ ഇങ്ങനെ ഓൺലൈൻ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചു, ഹായ് എന്താ പ്രോഗ്രാം എന്നൊക്കെ. ഭയങ്കര ഫോമലാണല്ലോ, ഫുഡ് അടിച്ചോ അങ്ങനത്തെ ഇതിലേക്ക് ഇങ്ങനെ ചോദിച്ച് അവസാനം ഞാൻ ഇവൻ ചോദിച്ചു എന്താ പ്രോഗ്രാം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാളൊരു DJ ഉണ്ട് കോളേജിൽ, അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ അവനോട് പറഞ്ഞു DJ, അവൻ ഭയങ്കര DJ ലവറാണ്, അവന് DJക്ക് വന്നാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഫോമലായിട്ട് നമ്മൾ വരത്തില്ല എങ്കിൽ പോര് എന്ന് പറഞ്ഞ പോലെ ഞാൻ പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുത്ത ദിവസം എൻ്റെ കോളേജ് ബസ്സിൽ കയറി ഇങ്ങ് പോന്നു. അപ്പോൾ നമ്മളവിടെ DJക്കൊക്കെ പോയി അന്ന് പരിചയപ്പെട്ടു. അന്ന് ദിവസം നമ്പറൊക്കെ തന്നു. അടുത്ത ദിവസം വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു 3 മാസം ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഫസ്റ്റ് ഒരു 2 മാസം വരെ ഞങ്ങൾ ചാറ്റിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ കോളേജ് ബസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് കയറുമ്പോൾ തൊട്ട് വിളിക്കും. വീട്ടിൽ നിന്ന് കയറിയിട്ട് വിളിച്ചിട്ട് കോളേജ് എന്ന് വെച്ചൊരു പട്ടിക്കാട്ടിലായിരുന്നു അന്ന്. അവിടെ ഒരു സ്ഥലം എത്തുമ്പോഴേക്ക് റേഞ്ച് കട്ടാവും. അപ്പോൾ അവിടെ എത്തുന്നവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അതെ ഭയങ്കര വിളിയായിരുന്നു. അവിടെ ഭയങ്കര വിളിയായിരുന്നു. അപ്പോൾ എൻ്റെ കോളേജിലെ ചേട്ടന്മാരൊക്കെ പറയും ചെവി കത്തിപ്പോവും, ചെവി അടിച്ചു പോവും, അങ്ങനെ പറയുന്ന രീതി ഭയങ്കര എല്ലാവരും വെറുപ്പിക്കുന്ന രീതി കോളിംഗ് ആയിരുന്നു. വെച്ചാൽ ഞങ്ങൾ ഒറ്റ സംസാരിക്കുന്നതല്ല, ആരെപ്പോൾ നോക്കിയാലും ഞാൻ ഫോണിലായിരിക്കും. അപ്പം അങ്ങനെ വിളിച്ച് ഞങ്ങൾ അവസാനം എന്തോ എപ്പോഴോ ഞങ്ങളോട് അറിയാത്തവരത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നി. അങ്ങനെ അങ്ങ് സെറ്റായതാ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 years ആവാൻ പോകുന്നു ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ. പിന്നെ നന്ദിത രാജേഷ് ചോദിച്ചിട്ടുണ്ട് ഫാമിലി റിയാക്ഷൻ ഓൺ യുവർ റിലേഷൻഷിപ്പ്. സത്യം പറഞ്ഞാൽ അതൊരു സൺഡേ ആയിരുന്നേ. സൺഡേ അന്ന് മഴവിൽ മനോരമയിൽ ധീരയോ അല്ല ഈച്ചയോ അങ്ങനെ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാനും എൻ്റെ അനിയത്തിയും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു റിലേറ്റീവ് കയറി വന്നു. ആരാന്ന് ഞാൻ പറയുന്നില്ല. കയറി വന്നു. അപ്പോൾ അന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോയ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീർത്ത മോന്തയായിട്ട് വന്നിട്ടുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുപോലത്തെ എന്തോ പ്രശ്നമാണെന്ന്. അല്ലാണ്ട് പുള്ളിക്ക് അങ്ങനെ പെട്ടെന്ന് മോന്ത മാറാനുള്ള കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും വീട്ടിലൊരു ദിവസം അറിയുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്ര പെട്ടെന്ന് അറിയാൻ വിചാരിച്ചില്ല. അപ്പോൾ വന്ന ഉടനെ അച്ഛൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി വന്നൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാം കൂടി എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ച് ഞാനിങ്ങനെ പറഞ്ഞു. ആദ്യമൊക്കെ അവർ വിചാരിച്ചത് പിള്ളേരുടെ ഒരു പിള്ളകളിയാന്ന് വിചാരിച്ചിരുന്നത്, കുട്ടിക്കളിയാന്ന് വിചാരിച്ചിരുന്നത്. ആദ്യമൊക്കെ വന്നിട്ട് അച്ഛനൊന്നും മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ ഇവൻ്റെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. പക്ഷെ അച്ഛൻ കുറേ നാളെന്നോട് മിണ്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു കുറച്ച് നാളത്തേക്ക്. അങ്ങനെ എനിക്ക് സത്യമേ ഓർക്കാൻ കൂടി താല്പര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഓക്കെയാ. ഇപ്പം മാരേജൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ. അന്നെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഓർത്തഡോക്സും കൂടി ആയതുകൊണ്ട് ഇവർ അങ്ങനെ ലവ് മാരേജ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ല. മാത്രമല്ല ഫാമിലിയിൽ നിന്ന് ആരും ലവ് മാരേജ് അന്നത്തെ ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ റിലേഷൻഷിപ്പ് പറയുന്ന ടൈമിൽ. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ അവർ കൂടുതലും ഇത് വേറെ ആരെങ്കിലും റിലേറ്റീവ്സ് അറിഞ്ഞാൽ, ഇപ്പോൾ വന്നത് റിലേറ്റീവ് ആണല്ലോ, ആ പുള്ളി എന്തായാലും അടുത്ത ആളോട് പറയും. അപ്പോൾ പിന്നെ ഓരോരുത്തരോടത്ത് അറിയാം. അപ്പോൾ അവർക്ക് അറിയുമ്പോഴുള്ള റിയാക്ഷനൊക്കെ എന്താവോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പുള്ളിക്ക് ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ അത് ആലോചിക്കാൻ സത്യം എനിക്ക് താല്പര്യമില്ല കേട്ടോ. പിന്നെ ചേച്ചിക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ട്? എനിക്ക് ഒരു സിബ്ലിങ്ങേ ഉള്ളൂ, അമ്മുനെ ഞാൻ ഓൾമോസ്റ്റ് മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹരിക്ക് ഒരു സിബ്ലിങ്ങേ ഉള്ളൂ, ഐശ്വര്യ. 2 പേരായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും വർക്കിംഗ് ആണേ, കണ്ടാൽ 2 പേരും ചെറുതാണെന്ന് തോന്നും. എസ്പെഷ്യലി ഐശ്വര്യനെ കണ്ടാൽ മുമ്പിൽ പഠിക്കാൻ തോന്നുന്നു, പക്ഷേ ഐശ്വര്യം വർക്കിംഗ് ആണ് കേട്ടോ. ചേച്ചി ഒരു സ്പെഷ്യൽ മൊമെന്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് പറയാമോ? സ്പെഷ്യൽ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറേ നാൾ ചാറ്റ് ചെയ്ത് കോൾ ചെയ്ത് അവസാനം നമ്മൾ സെറ്റായി.
സെറ്റായി കഴിഞ്ഞ് നമ്മുടെ സെറ്റായി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധം ഉണ്ടായിരുന്നു. 6 മാസമല്ല, 4 മാസം കഴിഞ്ഞിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്നത്. അന്ന് ഞങ്ങൾ താമസിച്ച വീടുകൾ തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് എന്തോ വ്യത്യാസമുള്ളു. അപ്പം ഇൻ കേസ് നമ്മൾ രണ്ടും ഒരേ ബസ്സിൽ കയറിയാൽ നമ്മൾ ഫേസ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പുറകിലാണെങ്കിൽ മുമ്പോട്ട് നോക്കാൻ ശ്രമിക്കത്തില്ല, ഞാൻ മുമ്പിലാണെങ്കിൽ ബാക്കോട്ട് നോക്കാൻ ശ്രമിക്കത്തില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇവൻ്റെ ഒരു കസിൻ്റെ മാരേജ് വന്നു. മാരേജൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ആയപ്പോഴേക്കും ഇവൻ എന്നെ കാണാൻ വന്നു. ഞാൻ വീട്ടിൽ നിന്ന് കോളേജിൽ പോകാമെന്നും പറഞ്ഞിറങ്ങി. കോളേജിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ കോളേജിൻ്റെ അവിടെ അരീക്കൽ വാട്ടർഫോൾസ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ഇവൻ വണ്ടിയായിട്ട് വന്ന് പിക്ക് ചെയ്തു. ഇവൻ ആദ്യമായിട്ട്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്ന ടൈമിലല്ല, സെറ്റായി കഴിഞ്ഞ് ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ടൈം, ആ ഒരു ഫസ്റ്റ് മീറ്റില്ലേ, ഫസ്റ്റ് മീറ്റ് വെച്ചാൽ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈ പൊട്ടനെ, പക്ഷെ എന്നാലും നമ്മൾ സെറ്റായി കഴിഞ്ഞ് ആ കണ്ട ഒരു ടൈമില്ലേ, അത് ഭയങ്കര പ്രഷ്യസ് മൊമെൻ്റ് ആയത്, ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. അന്ന് ഞാൻ വണ്ടിയിൽ കയറിയിട്ട് അവരെ കയറി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചാരിക്കിടന്ന ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞങ്ങളുടെ ലൈഫിൽ, സത്യം പറഞ്ഞാൽ അല്ലേ. പിന്നെ ദേവിക ചോദിച്ചിട്ടുണ്ട് വാട്ട്സ് യുവർ പ്രൊഫഷൻ. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഒരു 2 years ആയി, ഹരി റിസൈൻ ചെയ്തിട്ട് 3 years ആയി. നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റവന്യൂ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും റിസൈൻ ചെയ്ത. ഇൻസ്റ്റാഗ്രാം റവന്യൂ എന്ന് പറഞ്ഞാൽ പ്രമോഷൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പം അത് തുടങ്ങിയ ടൈമിൽ നമുക്ക് യൂട്യൂബും കൂടി സെറ്റാക്കണം. പക്ഷെ അന്ന് നമ്മൾ യൂട്യൂബിന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പതുക്കെ സോഷ്യൽ മീഡിയ എന്തെങ്കിലും സെറ്റാക്കി എടുക്കണം എന്ന രീതിയിൽ കുറേ പേര് ഇത് കരിയർ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ റിസൈൻ ചെയ്ത് ഇറങ്ങിയതാണ്. അങ്ങനെ കുറേ നാൾ ഇൻസ്റ്റാഗ്രാം ഒരു 100K ഒക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 120, ഇൻസ്റ്റാഗ്രാം ഒരു 120K ആവുന്ന ടൈമിലാണ് നമ്മൾ യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ കറണ്ട് പ്രൊഫഷൻ. ഓക്കെ, പിന്നെ ഹൗ മെനി ഇയേഴ്സ് യു ഹാവ് ബീൻ ഇൻ റിലേഷൻഷിപ്പ്? ഞാൻ പറഞ്ഞു 8 years ആയി. 8 years ആയി ഞാൻ പോപ്സ് എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെയുള്ള മാറ്റങ്ങൾ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ആൾക്കാരെന്നെ തിരിച്ചറിയും. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാകുന്ന ടൈമിൽ ഒരു പട്ടി എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കുറേ കുഞ്ഞു പെമ്പിള്ളേരാട്ടോ എല്ലാം ഓടി വന്നിട്ട് അയ്യോ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ ഞാൻ ഭയങ്കര ബ്ലഷിങ് ആവുന്നുണ്ട്. എനിക്ക് എല്ലാവരും ഓടി വന്ന് വിളിക്കും, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ ട്രിവാൻഡ്രം പോയ ടൈമിലാണെങ്കിലും കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങളുടെ കാര്യം ഇതാണ്, ഞാൻ എവിടെ ചെന്നാലും ആൾക്കാർ നമ്മളെ തിരിച്ചറിയും. മാത്രമല്ല നെഗറ്റീവ് മീൻസ് നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും, ഇല്ലെന്നല്ല. അപ്പം എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്ന് അങ്ങനെ നിർബന്ധം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാലും കുറേ പേര് നമ്മളെവിടെ വെച്ച് കണ്ടാലും ഓടി വരും. അതൊരു വേറൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതും കുറേ കുഞ്ഞു പൊടിക്കുപ്പികൾ വരെ എൻ്റെ വീഡിയോ കണ്ടെന്ന് പറയുമ്പോൾ അല്ലേ, ഞാൻ എന്താ പറയുക, അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ പ്ലേസ് എവിടെയാണ്? നമ്മൾ രണ്ടുപേരും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മൾ രണ്ടുപേരും താമസിക്കുന്നത്. എൻ്റെ വീട് ഇവിടുന്ന് അമ്പലത്തിൻ്റെ അവിടുന്ന് ഒരു 6 kilometers ഉള്ളൂ. ഈ അപ്പാർട്ട്മെൻറ്റ് അമ്പലത്തിന് തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ ചേച്ചി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഫ്രം ബോത്ത് സൈഡ്. നെഗറ്റീവ് എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അയ്യോ പൗസ് പറ. എനിക്ക് ഹരിയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഹരി ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ചെറിയ കാര്യം വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് റേസ് ആവായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം ഞാൻ തിരിച്ചായി. നേരത്തെ ഹരി പെട്ടെന്ന് ചൂടാവുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയും, നമ്മുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് ഫോണൊക്കെ എടുത്ത് വലിച്ചെറിയും, ആ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ ശാന്തനായപ്പോൾ ഞാൻ കുറച്ച് ഹൈപ്പറായി. അല്ലാതെ വേറെ നെഗറ്റീവ് ഒന്നുമില്ല. നോർമലി എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന രീതിയിലുള്ള അതൊക്കെ ഉള്ളു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് ഈച്ച് അതർ. എനിക്ക് തോന്നുന്നു ഹരിക്ക് ഫസ്റ്റ് കൊടുത്തൊരു കുഞ്ഞ് ടെഡിയാ. ആ ടെഡിക്ക് ഹരി ഒരു ഫോട്ടോ ഫ്രെയിം, ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം തന്നു.
ഞാൻ ഹരിക്കൊരു ടെഡി കൊടുത്തു ആദ്യമായിട്ട് കാണാൻ പോകുന്ന ടൈമിൽ. എന്നിട്ട് നമ്മൾ അതിന് പേരൊക്കെ ഇട്ടു, ഹരിക്കുട്ടി എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ട് അതിനെ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു കുറച്ചാള്. അത് ഇവിടെ എവിടെയോ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ പ്രേമത്തിന്റെ ഒരു സ്മാരകം പോലെ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കല്യാണം ഇത്ര താമസിച്ചത്? സത്യം പറഞ്ഞാൽ എൻഗേജ്മെന്റ് July 8, 2021 കഴിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ മാരേജിന്റെ ഡേറ്റ് ഒക്കെ നോക്കുന്ന ടൈമിലാണ് ഹരിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് റൈറ്റ് ഹാൻഡിലെ ഈ ചൂണ്ടുവിരലിൽ ഇത്രയും ഭാഗം ചെറുതായിട്ടൊന്ന് അറ്റുപോയിട്ട് എന്നിട്ട് അത് പിന്നെ കുറച്ച് സർജറി ഒക്കെ ആയിട്ട് ഒരു 3 സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 6 months ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവന് ജോബിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ജോബില്ലാണ്ട് കല്യാണം വേണ്ടാന്നൊക്കെ കരുതി കുറച്ചാൾ കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡ് മാറി, ഉടനെ കല്യാണം വേണം, നമ്മളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് പോരെ, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. അങ്ങനെ കുറച്ചാൾ ഡിലേ ആണ്. ഇപ്പോൾ ഈ ഒരു 4 years താമസിച്ചത്. അല്ലെങ്കിൽ അന്നാണെങ്കിൽ കുറച്ച് നേരത്തെ ആയി പോയത്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ പോലെ തന്നെ. ഞങ്ങളിപ്പോൾ മിക്കപ്പോഴും ഒരുമിച്ചാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരുമിച്ചാണ്. അങ്ങനെ അതിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓരോന്നും നടക്കേണ്ട ഒരു ടൈം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ യൂട്യൂബ് റവന്യൂ, ഇൻസ്റ്റാ റവന്യൂ, ഫേസ്ബുക്ക് റവന്യൂ. ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ ഇല്ല, ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ജീവിച്ചു പോയി തട്ടിമുട്ടി ജീവിക്കാനുള്ള കിട്ടൂടെ, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചിയുടെ വീഡിയോസിലുള്ള വീട് ആരുടെയാണ്? ഞാൻ പറഞ്ഞില്ല, നമ്മൾ വൈക്കത്ത് എടുത്തിട്ടേക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണിത്. അപ്പോൾ നമ്മുടെ 2 പേരുടെ വീട് അല്ലേ? യെസ്, ഞങ്ങളുടെ വീട്. ഏജ് പറയണോ? എന്ത് ഏജ്? എനിക്ക് 25, ഇവന് 28. കുറേ പേര് വിചാരം ഞാൻ അവനേക്കാൾ മൂത്താന്ന്, പക്ഷെ എല്ലാം കാണുമ്പോൾ ലുക്കിൽ കുറച്ച് തോന്നുന്നേ ഉള്ളൂ. ഞാൻ അവനേക്കാളും ഇളയത്. ഞങ്ങൾ തമ്മിലൊരു 3 years ഡിഫറൻസ് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ചേച്ചി വീഡിയോസൊക്കെ എഡിറ്റിംഗ് ചെയ്യുന്നത്? എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒന്നല്ല ട്രൈപോഡ് വെച്ച് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുക. ബാക്ക് ക്യാം ഷൂട്ട് ചെയ്താണെങ്കിൽ പോപ്സ് എനിക്ക് എടുത്തു തരും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന മൊത്തം പോപ്സാണ്, അതിൻ്റെ മൊത്തം ക്രെഡിറ്റും പോപ്സ്. ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ്? ഞാൻ പൊതുവെ അങ്ങനെ മൂവീസ് ഒന്നും കാണുന്നില്ല. പിന്നെ കുഞ്ഞിലേക്ക് ആയിരുന്നെങ്കിൽ ചോദിച്ചാൽ ഞാൻ ചാടി പറയാമായിരുന്നു മോഹൻലാൽ എന്നൊക്കെ. ഇപ്പം എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആക്ടറോ ആക്ട്രസോ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് വളർന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫീലിങ്സ് ഒക്കെ അങ്ങ് പോവടെ. പിന്നെ അമൃത കൃഷ്ണൻ എന്നൊരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങിയോന്ന്? യെസ്, നമ്മൾ വീഡിയോ ചെയ്ത് ഒരു 1 month കഴിഞ്ഞപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി. അന്നോട്ട് നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ ആക്ച്വലി നമ്മൾ ഹരിയുടെ പോപ്സിൻ്റെ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ ഓരോ ചാനൽ. അപ്പോൾ അത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു 7-8 മാസം എന്താണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഡ്രീം പ്ലേസ് എന്ന് പറയാൻ അങ്ങനെ ഇന്നൊരു പ്ലേസ് ഒന്നുമില്ല. എനിക്ക് അവിടെ പോകാൻ ഇഷ്ടം. കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ജസ്റ്റ് കുറേ നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് വീട്ടിലിരുന്നാൽ ഭയങ്കരമായിട്ട് ബോറടിക്കാൻ മാത്രമല്ല, നമ്മളൊരുമാതിരി ഡിപ്രഷൻ അടിച്ച് ചാവുന്ന ഒരു സ്റ്റേജൊക്കെ ആവും. ഞാൻ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ എനിക്ക് എങ്ങനെയുള്ള ഒന്ന് വീടെത്തിയാൽ മതി വീടായിരുന്നു എൻ്റെ ഭയങ്കര എന്താ പറയാ, അങ്ങനെ പറയാം. കംഫർട്ട് സോൺ ഇപ്പോഴും വീട് തന്നെയാ അല്ലെന്നല്ല, പക്ഷെ വീട്ടിലെത്തിയാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ വീട്ടിലിരുന്നിരുന്നതാന്ന് തോന്നുന്നു. എനിക്ക് വീട്ടിലിരിക്കാൻ അങ്ങനെ ഇഷ്ടമേ അല്ല. എനിക്ക് ഇപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്ത് വൈക്കം ഒന്ന് കറങ്ങിയാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഭയങ്കര അടിപൊളി കാര്യമാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാം പോകും. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങളധികം ട്രാവലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നമ്മുടെ കുറച്ച് പോയതിൻ്റെ ഒരു ഇതിൽ വെറുതെ എവിടെയെങ്കിലും പോയാൽ തന്നെ നമുക്ക് ഭയങ്കര റിലീഫാണ് സത്യം പറഞ്ഞാൽ. കുറേ സ്ഥലത്ത് പോകണമെന്നുണ്ട്, പോകാൻ പറ്റിയാൽ കൊള്ളാം. പിന്നെ ബർത്ത്ഡേ എപ്പോഴാണെന്ന്? ഞാൻ ജനിച്ചത് 2/4/1999 ഏപ്രിൽ 2 ജനിച്ചത്. 99 കുട്ടിയാണ്, 90s കിഡാണ് ഞാൻ. പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് പറയാമോ എന്ന്? ഹരിയുടെ പോസിറ്റീവ് ഇപ്പം ഞാനാ കണ്ടിട്ട് സംസാരിക്കുന്നത്. പോപ്സ് പറയാം എൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണെന്ന്. പോപ്സ് പറയാം. അത് എൻ്റെ പോസിറ്റീവായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് കാര്യം പറന്ന്. പോസിറ്റീവ് ഇത്ര ആലോചിക്കണം പറ. സ്നേഹമുള്ള കുട്ടിയാണ്.
പോപ്സിന് ക്യാമറ കണ്ടാൽ ഭയങ്കര പേടിയാണ്, ഒന്നും മിണ്ടത്തില്ല. പോപ്സിൻ്റെ പോസിറ്റീവ് ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ത് കാര്യത്തിലും. ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ കാര്യം 100% ഫെയിലിയർ ആണെന്ന് അറിഞ്ഞാൽ കൂടി സപ്പോർട്ട് ചെയ്യും. പിന്നെ ഭയങ്കര പോസിറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പോസിറ്റീവ് വൈബ്സ്. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചില ടൈം പിള്ളേരെ പോലെയാ ഭയങ്കരമായിട്ട് കിടന്ന് ചില സമയത്ത് കിടന്ന് പിള്ളേരെ പോലെയാ ഭയങ്കരമായിട്ട് കിടന്ന് വാശിയൊക്കെ പിടിക്കുന്ന കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അങ്ങനെ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പറ. പെട്ടെന്ന് ചൂടാവും, തലക്കിട്ടടിക്കാൻ തോന്നും. പിന്നെ ചേച്ചിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യം, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം ചിരിക്കുന്നത്, സംസാരിക്കുന്നത്, വാ തുറന്ന്. എന്നുവെച്ചാൽ ഞാൻ വെറുതെ എൻ്റെ പല്ലിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ടൈമിൽ ഞാൻ നോക്കുമ്പോൾ മിക്കവരും കുറച്ച് നാൾ മുന്നേ, അതായത് ഇപ്പോൾ 1 year ആയി ഞാൻ ഈ ബ്രേസസ് ഇട്ടിട്ട്. അപ്പോൾ 2 സൈഡിൽ ഓരോ പല്ലെടുത്തിട്ടുണ്ട് കണ്ടെന്നേ. അപ്പോൾ ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഈ പല്ലിൻ്റെ ഈ ഒരു ഓട്ട കാണുന്ന അത്രയോ, അതുകൊണ്ട് എനിക്ക് വാ തുറക്കാനേ തോന്നത്തില്ല. അതെനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം കേട്ടോ. വെറുതെ മര്യാദയ്ക്കിരുന്ന് പല്ല വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷേ ഇതിട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, പല്ല് നല്ല. കുറേ പേരിങ്ങനെ ചിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലത്തെ ചിരി കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പോയിട്ടതാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര, ഞാൻ എന്ത് കടിച്ചാലും ഈ ബ്രേസസ് പൊട്ടും. ഓരോ മാസം ഈ ബ്രേസസ് ഒട്ടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലാതെ ടൈറ്റ് ആക്കാൻ വേണ്ടിയല്ല പോകുന്നത്. അതുകൊണ്ട് ഇത് കുറേ നാളായി, ഇപ്പോൾ ഒരു 1 year ആയിട്ടും ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. അതേ ഈ ഗ്യാപ്പ് കണ്ടോ, ഇങ്ങനെ 4 ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഇത് കാരണം എനിക്ക് ലൈഫിൽ കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം ചിരിക്കാനും വാതറും സംസാരിക്കാനും. പിന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വരുന്ന ചേട്ടനേക്കാൾ ചേച്ചിക്കാണ് പ്രായം കൂടുതൽ. എനിക്ക് തോന്നണു ഓരോരുത്തർക്കും ഓരോ തോന്നലല്ലേ, പ്രായം കൂടുതൽ. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. ഈ ശരിക്കും പറഞ്ഞ ഈ ലുക്കിലൊന്നും ഒരു കാര്യമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പിന്നെ മേ ബി ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവൻ ഭയങ്കര ഒരു ചോക്ലേറ്റ് ബോയ് ഫേസ് ആണ് ആളുടെ. അത് കുഴപ്പമില്ല, ആർക്കും തോന്നിക്കോട്ടെ, പ്രശ്നമില്ല. ചേച്ചിയുടെ ഫാമിലിയിൽ നിങ്ങളെ തളർത്തിയ ആൾക്കാർ, ഫാമിലിയിൽ തളർത്തിയ ആൾക്കാർ എനിക്ക് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആരും സപ്പോർട്ട് ചെയ്തിട്ടുമില്ല, എന്നാൽ സപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. മെൻ്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന രീതി കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കിവിടെ പറയേണ്ട കാര്യമില്ല, പ്രശ്നമില്ല, പോട്ടെ. എങ്ങനെയായാലും ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ്, എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവം സഹായിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, ഓരോരുത്തരുടെ സ്വഭാവം അത് അവരെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വീഡിയോസൊക്കെ അടിപൊളിയാണ്, രണ്ടാളും നല്ല മാച്ചാണ്, രണ്ടുപേരും പൊളി തന്നെ. താങ്ക് യു പറ. ബേബി പ്ലാനിങ് ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. പണ്ട് ലവ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾക്ക് 2 പിള്ളേർ വേണമെന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയാമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ കുറേ പേരുടെ അനുഭവം കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ ഫിസിക്കലിയും ഫിനാൻഷ്യലി മെൻ്റലി സ്റ്റേബിളായിട്ട് മാത്രമേ പിള്ളേരെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ കുറച്ച് ആളായിട്ട് ഒരാളുടെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എത്ര ബേബി വേണമെന്നാണ് ആഗ്രഹം. ബേബിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ 2 പേരും ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ, അതുകൊണ്ട് ഇല്ല. യുവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട്സ് ഫ്രം ഹൂ ഈസ് എൽഡർ? ഹരിയാണ് എൽഡർ, എന്നേക്കാൾ 3 വയസ്സ് മൂത്താണ്. പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ 8 years ആയി. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോയെന്ന്. ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാത്ത ആരും ഉണ്ടാവത്തില്ല. ഇപ്പോഴും സ്ട്രഗിളിങ് ആണ്, നേരത്തെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്താലേ നമുക്കൊരു ലൈഫുള്ളൂ അല്ലേ. പിന്നെ ഇപ്പം ഇത്രയും പോരെ, ബാക്കി ഞാൻ അടുത്ത പാട്ട് ഇട്ടിറക്കാം. കാരണം ഇപ്പം തന്നെ കുറേ ആയി, നിങ്ങൾക്കും ബോറടിക്കും നമുക്കും ബോറടിക്കും. അപ്പോൾ അടുത്ത പാട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ, അടുത്ത പാട്ടിലും തീരാത്ത കുറേ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അടുത്ത പാട്ടിലേക്ക് നമ്മൾ ബാക്കി എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ആരുടെയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അടുത്ത പാട്ടിൽ കാണുന്നവരെ ബൈ.